നമസ്കാരം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത്. വാളകത്തെ കുടുംബ വീട്ടിൽ വെച്ച് മന്ത്രിയെ അത്യന്തം മോശമായ സാഹചര്യത്തിൽ താൻ നേരിട്ട് കണ്ടുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് വരുത്തി തീർക്കാൻ മന്ത്രി ശ്രമിക്കുന്നതിനാലാണ് ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറായതെന്നും അവർ വെളിപ്പെടുത്തി. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വാളകത്തെ വീട്ടിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. മുൻകൂട്ടി അറിയിക്കാതെ വീട്ടിലെത്തിയ ബിന്ദു മേനോൻ മന്ത്രിയെ മറ്റൊരു സ്ത്രീയെയും അസ്വാഭാവികമായ സാഹചര്യത്തിൽ കാണുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുവാൻ ശ്രമിച്ച ബിന്ദുവിനെ മന്ത്രിയുടെ സഹായികളായ പ്രദീപ്, ശാന്തൻ എന്നിവർ ചേർന്ന് തടയുകയും ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മുറിയിൽ അതിക്രമിച്ചു കയറി വാതിലടച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയതായും ബിന്ദു ആരോപിക്കുന്നുണ്ട്. സംഭവം നടന്ന ഉടൻ തന്നെ തന്റെ ബന്ധു BJP നേതാവുമായ D. ശ്രീലേഖയെ വിവരമറിയിച്ചിരുന്നു. മുൻ DGP R. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം 112 എന്ന കൺട്രോൾ റൂം നമ്പറിൽ വിളിച്ച് പോലീസ് സഹായം തേടിയിരുന്നു. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസ് മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും മുറിയിലുണ്ടായിരുന്ന സ്ത്രീയെ സുരക്ഷിതമായി കാറിൽ കയറ്റി വിടുകയാണ് ചെയ്തതെന്നും ബിന്ദു കുറ്റപ്പെടുത്തി. ഈ വിഷയത്തിലെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണൻ അടക്കമുള്ളവർ മന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെ കേസെടുക്കുവാൻ പോലീസ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതേസമയം തനിക്കെതിരെ ഉയരുന്നത് രാഷ്ട്രീയ പ്രേരിതമായ വ്യാജ പ്രചരണങ്ങൾ മാത്രമാണെന്ന് കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിക്കുന്നു. പ്രണയം ഒരു കുറ്റമല്ലെന്നും അത് എല്ലാവർക്കും ഉണ്ടെന്നും പറഞ്ഞ മന്ത്രി ഇത് ഇനിയും തുടരുമെന്നും വെല്ലുവിളിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ തകർക്കാൻ സ്വന്തം വീട്ടിൽ നിന്നു തന്നെ ശത്രുക്കൾ ശ്രമിക്കുകയാണെന്നും എന്നാൽ പത്തനാപുരത്തെ ജനങ്ങൾക്ക് തന്റെ സ്വഭാവം കൃത്യമായി അറിയാമെന്നുമാണ് ഗണേഷിന്റെ വാദം. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ആവശ്യപ്പെട്ടാൽ ഏത് നിമിഷവും രാജിവെക്കാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. കെ.ബി. ഗണേഷ് കുമാറിന്റെ വ്യക്തിജീവിതം മുൻപും വലിയ വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി ഉന്നയിച്ച ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. സോളാർ കേസ് ഉൾപ്പെടെ വിവാദങ്ങളിലും മന്ത്രിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഭാര്യയിൽ നിന്നുണ്ടായ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ മന്ത്രിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്കും സർക്കാരിനും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.